പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രസിദ്ധമായ DIUP അറബിക് കോളേജിനോടനുബന്ധിച്ചുള്ള DIUP സ്കൂൾ, DIA കോളേജിനോടനുബന്ധിച്ചുള്ള DIUP സ്കൂൾ അങ്കണത്തിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിലേറെ സന്തോഷം. എൻ്റെ കലാജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ക്യാമ്പസാണ് ഇത്. ഇവിടെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഞാൻ എൻ്റെ കുറേ കാലഘട്ടം ഞാൻ ഇവിടെ വളർന്ന ഒരു സ്ഥലമാണിത്. ഈ ക്യാമ്പസിൻ്റെ അവിടെ ഇവിടെയൊക്കെ എൻ്റെ പാട്ടുകൾ ഇപ്പോഴും അവിടെ എവിടെയെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട മണിലാൽ മാഷ്, നബീസ ടീച്ചർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ രാഘവ് മാഷ്, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ DIUP സ്കൂളിലെ അമിത് മാഷ്, അതുപോലെ ഖാദർ മാഷ്, ഇവരൊക്കെ നമ്മൾ വളരെ ഹൃദയത്തിൻ്റെ ഭാഗമായിരുന്നു. മണിലാൽ മാഷ് ഇപ്പം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ കണ്ടുമുട്ടാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം. മനോഹരമായ ഈ സ്കൂളിൻ്റെ ഒട്ടേറെ അനുഭവങ്ങൾ, ഈ സ്കൂളിൽ നിന്നും കോളേജിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒട്ടേറെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന കുറേ നല്ല ഓർമ്മകൾ സൂക്ഷിക്കുന്നു. പണ്ട് ഈ സ്കൂളിൻ്റെ വാർഷികത്തിന് നടൻ വിനീത്, അല്ലെ നക്ഷതങ്ങൾ എന്ന സിനിമയിലൊക്കെ ഹിറ്റായിട്ടുള്ള നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തന്നലേ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. ഒരു കാലത്ത് നമ്മൾ ഇളക്കി മറിച്ചുള്ള ഒരു പാട്ടായിരുന്നു. അല്ല, നമ്മളെ തലശ്ശേരിക്കാരൻ വിനീത് നായകനായിട്ടുള്ള ആ സിനിമ. അന്ന് വിനീതിനെ കാണാൻ വേണ്ടി ഇവിടെ ഭയങ്കര ജനക്കൂട്ടം കൂടിയത് ഞാൻ എപ്പോഴും ഓർക്കുന്നു. വിനീതായിരുന്നു അന്ന് DIUP സ്കൂളിൻ്റെ വാർഷികം ഉദ്ഘാടനം ചെയ്തത്. ഞാൻ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി ഞാൻ ഈ അറബി കോളേജിൽ ഒരു വർഷം ഞാൻ പഠിച്ച് അഫ്സലുലുമ എൻട്രൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങി അത് വീട്ടിൽ ഭദ്രമായി സൂക്ഷിക്കുകയാണ്. ഒരു രക്ഷയില്ല. അങ്ങനെ ആ സർട്ടിഫിക്കറ്റുമായിട്ട് ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും. ഓർമ്മകൾ മാത്രം, അല്ലാതെ അതിനെക്കൊണ്ട് ഒരു ജോലിക്കാരുടെ യോഗ്യത അന്ന് ഉണ്ടായിട്ടും ഞാൻ ആ പണിയൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. എനിക്കിപ്പോൾ തോന്നുന്നു, ഒരു മാസം കൂടി ആയിരുന്നെങ്കിൽ അതൊരു നല്ല സംഗതി ആയിരുന്നു. എന്നാലും മണില മാഷൊക്കെ നമ്മൾ റിട്ടയർ ആകുമ്പം കുറേ പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അതുപോലൊക്കെ പലതൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയില്ല. അപ്പോഴത്തേക്കും കല തലക്ക് പിടിച്ച് എന്താ പറയുക, ഞാൻ സുല്ലമസ്ലാം ആർട്സ് കോളേജ്, അവിടെ സുല്ലമസ്ലാം അറബി കോളേജ് പഠിച്ചിരുന്നു, അരീക്കോട്. ആ സമയത്ത് ഇങ്ങനെ ഈ ഇത്രയും ഒരു വലിയ പുസ്തകവും ഞാനിതിങ്ങനെ കണ്ടു. ഇതൊക്കെ ഞാൻ പഠിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ബേജാറായിട്ട് അവസാനം ഞാനവിടുന്ന് ചാടി നേരെ സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് തലശ്ശേരിയിലെത്തി. അങ്ങനെ തലശ്ശേരി ബാലമാഷിൻ്റെ ശിഷ്യനായിട്ട് നമ്മൾ കർണാട്ടിക് മ്യൂസിക്കിലേക്ക് കടന്നു. അതൊക്കെ കുറേ അനുഭവങ്ങളാണ്. കോളേജിൽ അന്ന് നമ്മളെ ഇവിടെ പാറാല